CPIM സംസ്ഥാന സമ്മേളനത്തിന് ശേഷം സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട MV ഗോവിന്ദന് നേരെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അതിശക്തമായ വിമർശനം രൂക്ഷമാവുകയാണ്. KK ശൈലജ അടക്കമുള്ളവർ MV ഗോവിന്ദനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. വാസ്തവത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ MV ജയരാജനെ ഉൾപ്പെടുത്താത്തതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ മകനായ ജെയിൻ രാജ് പണ്ട് M സ്വരാജ് പറഞ്ഞ ഒരു ഫേസ്ബുക്ക് കുറിപ്പുമായി ബന്ധപ്പെട്ട കാര്യം പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് വലിയ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അതായത് MV ജയരാജനെ പോലെ തഴക്കവും പഴക്കവും ചെന്ന കണ്ണൂരിനകത്ത് പാർട്ടിക്ക് വേണ്ടി കൊല്ലും കൊലയും നടത്തിയിട്ടുള്ള ഒരു നേതാവ് എന്തുകൊണ്ട് തടയപ്പെട്ടു എന്ന ചോദ്യമാണ് കൃത്യമായും ജെയിൻ രാജ് ചോദിച്ചത്. കാരണം ആ പാർട്ടിക്കകത്ത് തടിമിടുക്കും കയ്യൂക്കുമാണല്ലോ ഏറ്റവും കൂടുതൽ കൈമുതലായി സഖാക്കൾ എന്ന ഓമന പേരിട്ട് കാത്തു സൂക്ഷിക്കുന്നവർ ചെയ്യുന്നത്. അക്രമവും ഗുണ്ടായിസമാണല്ലോ അവരുടെ കൈമുതൽ. ഇത്തരത്തിൽ പോകുന്നു കൃത്യമായും ജെയിൻ രാജിൻ്റെ പരിഹാസം. അതായത് തൻ്റെ പിതാവ് മോശക്കാരനാണെങ്കിൽ ആ രീതിയിൽ മോശക്കാരാക്കിയത്, അതിനുള്ള സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നത് ഏത് പാർട്ടിയിൽ പ്രവർത്തിച്ചത് കൊണ്ടാണെന്ന് നിങ്ങൾ ഓർക്കുക എന്നതാണ് ജെയിൻ രാജ് പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം. ചുരുക്കി പറഞ്ഞാൽ കാര്യങ്ങൾ കെ സുധാകരന് കൂടുതൽ എളുപ്പമായി. PP ദിവ്യയെ പോലുള്ള ജനങ്ങളെ വാക്കുകൾ കൊണ്ട് തന്നെ കൊലപ്പെടുത്താൻ കഴിവുള്ള വ്യക്തികളുള്ള ഈ പാർട്ടിയിൽ സ്വാഭാവികമായും ഇതും ഇതിനപ്പുറവും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ജെയിൻ രാജിൻ്റെ വാക്കുകൾ വ്യക്തമാക്കുന്നത്. നമുക്കറിയാം MV ഗോവിന്ദൻ എന്ന നാട്ടുകാർ അപ്പം ഗോവിന്ദൻ എന്ന് പച്ചയ്ക്ക് കളിയാക്കി വിളിക്കുന്ന ഗോവിന്ദൻ മാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ PK ശ്യാമള ആന്തൂർ നഗരസഭയുടെ ചെയർപേഴ്സൺ ആയിരുന്നപ്പോഴാണ് വ്യവസായിയായ ഷാജൻ ആത്മഹത്യ ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഷാജൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യം വാസ്തവത്തിൽ നഗരസഭയിൽ നിന്നും ബിൽഡിംഗ് പെർമിറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യഥാസമയം നൽകാതെ അദ്ദേഹത്തിൻ്റെ കെട്ടിടം പണി അതിനെ നീട്ടിക്കൊണ്ടു പോവുകയും അദ്ദേഹത്തിന് വൻ സാമ്പത്തിക നഷ്ടം വരുത്തി വയ്ക്കുകയും ചെയ്ത് മനഃപൂർവ്വം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ദ്രോഹിക്കുക, സാഡിസ്റ്റ് ചിന്താഗതിയാണ് MV ഗോവിന്ദനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഉള്ളത്. അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാം കൃത്യമായി മാഫിയ സംഘങ്ങളുമായി ബന്ധമുള്ളതാണ് എന്നുള്ളതും ജെയിൻ രാജ് പരോക്ഷമായി തന്നെ പറഞ്ഞിരിക്കുകയാണ്. MV ജയരാജൻ പാർട്ടിയുടെ അന്തകനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വളരെ വൈകാതെ CPIM തല്ലി തകരാൻ പോകുന്നു. കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ പരസ്പരം വെട്ടിമരിക്കാൻ പോകുന്നു എന്ന ഒരു സൂചന തന്നെയാണ് ഇത് എന്നാണ് കോൺഗ്രസിൻ്റെ നേതാവും KPCC അധ്യക്ഷനുമായ K സുധാകരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.